നെക്സ്റ്റ് നമുക്ക് ആംസ് ചെയ്യണതായിട്ട് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി മാജിക് റിങ് ചെയ്യാം. മാജിക് റിങ്ങിൽ 6 സിംഗിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ, സ്റ്റിച്ച് മാർക്കർ ഇടാം. സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, തേർഡ് സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് സിംഗിൾ ക്രോഷ്യ, ഫിഫ്ത്ത് സിംഗിൾ ക്രോഷ്യ ആൻഡ് ലാസ്റ്റ് 6th സിംഗിൾ ക്രോഷ്യ. മാജിക് റിങ് ക്ലോസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് വരുന്നത്. അതായത് ഓരോ സിംഗിൾ ക്രോഷ്യയും ഇൻക്രീസ് ചെയ്യുക. അതിനായിട്ട് ഞാൻ സ്റ്റിച്ച് മാർക്കറിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നില്ല, ഈ യാണ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫസ്റ്റത്തെ ഇൻക്രീസ് ചെയ്യാം. One, two. ഒരു ഡൗട്ട് വന്നു ഫസ്റ്റ്, അതാണ് അയച്ചത്. 1 2 3 4 5 6 ഓക്കെയാണ്. ഇതിൽ 1 2. നെക്സ്റ്റ് ഇൻക്രീസ് 1 2. തേർഡ് ഇൻക്രീസ് 1 2 and fourth increase 1 2. Fifth increase 1 2. Last increase 6th 1 2. അപ്പോൾ നമ്മൾ ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം. അതായത് ടോട്ടൽ ഇപ്പോൾ 12 സ്റ്റിച്ചസ് ഉണ്ടാവും. അതിൽ 12 ഓരോ സിംഗിൾ ക്രോഷ്യ വീതമായിട്ട് ചെയ്യാം. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ 1 2 3. ഇതുപോലെ ഇനി ടോട്ടൽ ഇതിപ്പോൾ തേർഡ് റൗണ്ടാണ്. ഇതുപോലെ ഇനി 5 റൗണ്ടും സിംഗിൾ ക്രോഷ്യ മാത്രമായിട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, അങ്ങനെ റൗണ്ട് 5 വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി റൗണ്ട് 6 തൊട്ടിട്ട് ഡിക്രീസ് സ്റ്റിച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തേൽ തന്നെ 1 ഡിക്രീസ് പിന്നെ 10 സിംഗിൾ ക്രോഷ്യ, അങ്ങനെയാണ് ഡിക്രീസ് ചെയ്യുക. ഡിക്രീസ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള സ്റ്റിച്ചസിൽ 10 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4. ഇതേപോലെ തന്നെ ഇനി ഫുൾ റൗണ്ട് 7ൽ ഡിക്രീസ് ചെയ്യുക, 9 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ റൗണ്ട് 8 എത്തുമ്പോൾ ഡിക്രീസ് ചെയ്യുക, 8 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ റൗണ്ട് 9 തൊട്ട് 14 വരെയും ഓരോന്നിലും സിംഗിൾ ക്രോഷ്യ ചെയ്യുക. റൗണ്ട് 9 എത്തുമ്പോഴേക്കും നമുക്ക് 9 സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ആ 9 സ്റ്റിച്ചസിലും 9 സിംഗിൾ ക്രോഷ്യ ചെയ്തായിട്ട് റൗണ്ട് 14 വരെ ചെയ്യാം. അതുവരെ ചെയ്തിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെതാ റൗണ്ട് 14 വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്കിത് ലോങ് ടൈലായിട്ട് കട്ട് ചെയ്തെടുക്കാം.
സൂചി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു സ്റ്റിച്ച് മാർക്കറും കൂടെ നമുക്ക് അഴിച്ചെടുക്കാം. ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. പിന്നെ ഈ ഒരു വരുന്നതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മതി. ഓവറായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കൈ അധികം പൊങ്ങാതെ ഒരു പൊങ്ങിയിട്ട് നല്ല ഇതിലായിട്ട് നിൽക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫില്ലിങ് ചെയ്ത് കൊടുത്താൽ മതി വേണമെന്നുള്ളവർ കേട്ടോ. ഞാൻ എന്തായാലും ചെയ്യുന്നില്ല. കൈ ഇങ്ങനെ ആ ഒരു തന്നെ മതി. ഇതുപോലെ ഒന്നുകൂടെ ഞാൻ ചെയ്യണം. അത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 കൈയും ആംസും ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്.